വീക്കെൻഡ് എപ്പിസോഡിന് ഒന്നാമത് അവർ നേരത്തെ എഴുന്നേൽപ്പിക്കും, വെളുപ്പിനെ എഴുന്നേൽപ്പിക്കും. എത്ര മണിക്കുണ്ടോ സമയം എനിക്കറിയാൻ പറഞ്ഞതാ. പക്ഷെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ മറ്റേ നടുക്കത്തെ ലൈറ്റിന്റെ ഇത്ര ഭാഗത്ത് സൂര്യൻ വരുമ്പോഴാണ് പാട്ടിടണമെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിന് സൂര്യ വെളിച്ചം ഉണ്ടാവില്ല, അതിന് മുമ്പ് എഴുന്നേൽപ്പിക്കും. അപ്പൊ തന്നെ റെഡിയായി അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നെ അന്ന് ഉറങ്ങണതിന് കുഴപ്പമില്ല. ബ്രേക്കിന്റെ സമയത്തും ബാക്കിയുള്ള സമയങ്ങളിൽ റെഡി ആയതിനു ശേഷം കിടന്ന് ഉറങ്ങുന്നില്ല. അല്ല ഇവര് ഞാൻ വരണമെന്ന് നോക്കണമെന്ന് ഇവർ 5-ാം തീയതി പ്ലാൻ ചെയ്തു കറക്റ്റ്. പക്ഷെ ഞാൻ കറക്റ്റ് ദിവസം ഇന്ന് തന്നെ ഇവിടെ എത്തി. എല്ലാം ബിഗ് ബോസിന്റെ പ്ലാനാണ്. അതാണ് ഹെൻറി, എന്റെ പുറത്തുണ്ടായിരുന്ന വലങ്കൈ. ഞാൻ മറ്റേ നേരത്തെ 27 വർഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എയർപോർട്ടിലുണ്ടായിരുന്നു. ഇനി സ്ഥിരം ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വിളിക്കുന്നോ ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. എന്ത് ഇനോഗ്രേഷൻ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ച സമയത്തും ഇനോഗ്രേഷൻസ് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുള്ള അഭിപ്രായമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാം ചോർത്തെടുക്കാന്നുള്ള മൈൻഡ്സെറ്റിലാണ്. അങ്ങനെ ഇപ്പൊ താല്പര്യം എക്സ്പീരിയൻസ് ഏതിൽ എക്സ്പീരിയൻസ് പോയി വന്നപ്പോ ഇതുവരെ ഒരു 8 കിലോ 7-8 കിലോ കുറഞ്ഞു. അതാണ് മെയിൻ എക്സ്പീരിയൻസ്. ഞാൻ വെയിറ്റ് നോക്കി, ഞാൻ പോണ സമയത്ത് 78-79 ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 71. 7-8 കിലോ കുറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ആളുകളുടെ പ്രതികരണമൊക്കെ ഞാൻ കണ്ടുട്ടാ, പ്രതികരണങ്ങൾ കണ്ടു. ഫൺ. കുറെ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. നൈസ്. അല്ല അത് ഇപ്പം എനിക്ക് പക്ഷെ കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അതായത് നിങ്ങൾ അതിൻ്റെ അകത്ത് നടന്ന ചില സാധനങ്ങളെ മിസ്കൺസെപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങൾ എനിക്ക് എന്ത് കാര്യങ്ങളാണ് മറ്റേ വാഴ എന്നൊക്കെ പറഞ്ഞത് ഋഷി അല്ല എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ ഋഷി അല്ല പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് അത് പറഞ്ഞത് മറ്റേ റോക്കിയാണ്. റോക്കി പറഞ്ഞതിന് ശേഷമാണ് ഋഷി പറയണത്. ഋഷിയെ പറഞ്ഞു ആണോ? നിങ്ങൾ ഉടക്കുണ്ടാക്കിയില്ലേ? പക്ഷെ അപ്പം വിളിച്ചോ? അപ്പം വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ മാറിക്കുമായിരുന്നു. അപ്പം ഞാൻ അവനോട് തല്ലു പിടിച്ചില്ല. ഞാൻ അവനോട് ആകെ പറഞ്ഞ് മനസ്സിലാക്കാനേ നോക്കിയുള്ളൂ. കാരണം എനിക്ക് ഋഷിനെ ഇഷ്ടമായിരുന്നു. ഋഷി ബ്രേക്ക് ഡൗൺ ആയ ദിവസം, മറ്റേ ഫൈറ്റ് ചെയ്ത ദിവസമല്ലേ, അത് നോമിനേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ദിവസം. എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല ഞാൻ റീൽസും കമൻസും എൻ്റെ ഫോട്ടോസിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനും മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഒരുപാട് സന്തോഷം. ട്രോളുകൾ കണ്ടു. ട്രോളുകൾ എനിക്ക് കുറേ പേര് അയച്ചു തന്നായിരുന്നു. വളരെ സന്തോഷം. പക്ഷെ ഇപ്പോൾ ഓണസ്റ്റ്ലി കുറച്ചൊക്കെ ആളുകൾ നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടാണ്. ചീത്ത പറയുന്നത് മാത്രമല്ലാതെ കുറേ പേരൊക്കെ പോയതിൽ വിഷമമുണ്ട്, കുറച്ചുകൂടി നിൽക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞു, അതായത് ഒരു ഇറക്കത്തിനൊരു കയറ്റം ഉണ്ടെങ്കിൽ